ശ്രീ കെ ബാബു തൃപ്പൂണിത്തുറ. സർ, പട്ടികജാതി വിഭാഗക്കാർക്ക് ഭവന പദ്ധതിക്കായി തുക വകയിരുത്തുന്നുണ്ടെങ്കിലും ചെലവഴിച്ച് കാണുന്നില്ല. 2019 മുതൽ ഈ സാമ്പത്തിക വർഷം വരെ 802 കോടി രൂപ അനുവദിച്ചു. അതിൽ ചിലവാക്കിയിട്ടുള്ളത് 509 കോടി രൂപ മാത്രമാണ്. എന്തുകൊണ്ടാണ് തുക അനുവദിച്ചെങ്കിലും ചിലവാക്കാൻ സാധിക്കാത്തത്? സർക്കാർ പല ഘട്ടങ്ങളിലും തിരിച്ചെടുത്തതായും കാണുന്നുണ്ട്. 2021-22 വർഷത്തിൽ 140 കോടി രൂപ സർക്കാർ തിരിച്ചെടുത്തതായി പറയുന്നുണ്ട്. ഈ വർഷം 28 കോടി രൂപ ചെലവഴിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് പറയും. എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കുമോ? മിനിസ്റ്റർ. സർ, ഇക്കാര്യങ്ങൾ ഇപ്പോൾ 2016 മുതൽ കേരള ഗവൺമെൻറ് ലൈഫ് എന്ന പദ്ധതി പ്രകാരമാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് നമ്മൾ വീട് ലഭ്യമാക്കി വരുന്നത്. അതുപ്രകാരം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം അത്ര ഫണ്ട് തിരിച്ചെടുത്തിട്ടില്ല സാർ. അതേസമയത്ത് അവർക്ക് നമ്മൾ ഈ ലൈഫിൽ 3 ഘട്ടമായിട്ടാണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. ആദ്യം പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന ഒന്നാം കാറ്റഗറി നമ്പറിൽ നമ്മൾ 19,121 വീടുകളാണ് സാർ നമ്മളങ്ങനെ പൂർത്തീകരിക്കാത്ത കിടക്കുന്ന വീടുകൾ നമ്മൾ അനുവദിച്ചിട്ടുള്ളത്. അതേസമയത്ത് നമ്മൾ പുതിയതായി വീട് നമ്മൾ 1,14,610 വീടുകൾ നമ്മൾ പുതിയതായിട്ട് നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. അതിൽ 96,842 വീടുകൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സാർ. അപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് ചൂണ്ടിക്കാണിച്ച കുറച്ച് ശരിയാണ്. നമ്മൾ ഫണ്ട് ഏതായാലും നമ്മൾ തിരിച്ചെടുത്തിട്ടില്ല, പക്ഷേ അവരുടെ സമയബന്ധിതമായിട്ട് അവരുടെ വീടുകൾ പൂർത്തീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വിഷയം നിലനിൽക്കുന്നത്. പല സ്ഥലത്തും നമ്മുടെ പട്ടികവർഗ വിഭാഗത്തിൻ്റെ സൊസൈറ്റികൾ തന്നെ ചില വീടുകൾ നിലവിൽ എടുത്തു വരുന്നുണ്ട്. ചിലത് പൊതുവേ നമ്മൾ അവർക്ക് നേരിട്ടെടുക്കാൻ പറ്റാത്തത് കൊണ്ട് പല വ്യക്തികളെയും അവർ വീടിൻ്റെ നിർമ്മാണം ഏൽപ്പിക്കുന്നുണ്ട്. ആ അവസരത്തിലുണ്ടാകുന്ന ഒരു ഡിലേ ഇത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട് സാർ. ആ കാര്യങ്ങൾ കർശനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വകുപ്പ് ആലോചിച്ചു വരികയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഞാൻ കോട്ട് ചെയ്തത് അങ്ങ് തന്ന മറുപടി തന്നെയാണ്, എൻ്റെ മറുപടിയല്ല. ഏതായാലും സർ, ഈ വർഷം ഇതുവരെ എത്ര രൂപ അനുവദിച്ചു, എത്ര രൂപ ചെലവഴിച്ചു? അതുപോലെ തന്നെ എത്ര വീടുകൾ ലൈഫ് പദ്ധതിയിൽ പട്ടികജാതി വിഭാഗക്കാർക്ക് ലഭിക്കാൻ അർഹതയുണ്ട്? അതുപോലെ പട്ടികവർഗക്കാർക്ക് എത്ര വീടുകൾക്ക് അർഹതയുണ്ട്? എത്ര ഇതുവരെ കൊടുക്കാൻ സാധിച്ചു നാളിതുവരെ എന്ന് വ്യക്തമാക്കുന്നു? മിനിസ്റ്റർ. സാർ, അതിൻ്റെ കണക്ക് പ്രത്യേകമായിട്ട് ചോദിച്ചാൽ പിന്നെ കൊടുക്കാൻ സാർ ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല.